ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ ടർബോ. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് റിസ്യൂം ചെയ്യുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. ഇന്നത്തെ സെഷൻ തൊട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷൻ കുറച്ചുകൂടെ ക്വിക്കായിട്ട് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി നമ്മുടെ ടൈം സ്കെയിലിംഗ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടർബോ നോട്ട് വായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് എവറി ഡേ 25 ടോപ്പിക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. അത് കൃത്യമായിട്ട് ട്രൈ റീഡിങ് ഔട്ട് ആൻഡ് ലേണിംഗ് ഔട്ട് ദ ടർബോ വെരി ക്ലിയർലി. ആ നോട്ട്സ് വളരെ ക്രിസ്പും ഹാൻഡിയുമാണ്. വർക്ക് ഓൺ ദിസ്. ഇതിൽ നമ്മൾ ക്ലാസ്സിൽ കൂടുതലും ബിക്കോസ് സമയം ഒരു വലിയൊരു ഫാക്ടറാണ്. ബിക്കോസ് ടൈം ഇസ് ദ ഇമ്പോർട്ടൻറ്റ് എസെൻസ് ഇൻ പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സമയം ക്ലാസ്സിലെ മാക്സിമം പോയിന്റ്സ് വളരെ ക്വിക്കായിട്ട്. ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കുറച്ചുകൂടെ എക്സ്പ്ലനേറ്ററി ആയിരുന്നു. പക്ഷേ നൗ വി ആർ ഇൻ ദ ടൈം സോൺ വേർ വി നീഡ് ടു ബി വെരി ക്വിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സെഷൻ, ഇനിയുള്ള സെഷൻസ് എല്ലാം വളരെ ക്വിക്കായിട്ട് തന്നെ മേജർ ടോപ്പിക്സ് എല്ലാം നമുക്ക് എടുത്ത് തീർക്കാം. സോ വീൽ ഡെഫിനറ്റ്ലി കീപ്പ് എ തീം റേഡിയസ് അറൗണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ റീഡ് ഇറ്റ് വിത്ത് മീ അർജുൻ ആർ ശങ്കർ. സോ നമുക്ക് ഇന്നത്തെ പ്രധാന ടോപ്പിക് ലിസ്റ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നൗ വി ആർ ഡിസ്കസിങ് ദ 16th ഫിനാൻസ് കമ്മീഷനിൽ ഫിനാൻസ് കമ്മീഷനെക്കാട്ടും കൂടുതൽ ഹീറ്റ് വേവ്സിനെ കുറിച്ചിട്ടും ലൈറ്റ്നിങ്ങിനെ കുറിച്ചിട്ടും മെൻഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഹീറ്റ് വേവ്, ലൈറ്റ്നിങ് ഒക്കെ? ഇതിനു വേണ്ടി എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്? ദർ ഇസ് ഗോയിങ് ടു ബി എ ഹീറ്റ് മാപ്പ്. അതേപോലെ വെറ്റ്ലൻഡ്സ്, ദേ ഹവ് ബിക്കം എ നാഷണൽ പബ്ലിക് ഗുഡ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ UPSCയുടെ ക്ലാസിക് ഏരിയ ആണ് ഏതൊക്കെ വെറ്റ്ലൻഡുകളാണ്. അപ്പോൾ ഐ ഹാവ് സം 8 to 9 വെറ്റ്ലൻഡ്സ് ദാറ്റ് ആർ ഇൻ ദ ന്യൂസ്. അതേപോലെ തന്നെ പുതിയതായിട്ട് ആഡ് ചെയ്ത 2 പ്രധാനപ്പെട്ട വെറ്റ്ലൻഡ്സും ഉണ്ട്. ആൻഡ് വാട്ട് യു മീൻ ബൈ അഡാപ്റ്റീവ് ടെസ്റ്റിംഗ്? IITയുടെ എക്സാംസ് എല്ലാം ഇനി അഡാപ്റ്റീവ് ടെസ്റ്റിംഗ് കൊണ്ടുപോകാൻ പോവുകയാണ്. സോ അതേപോലെ തന്നെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ ഇപ്പോൾ US പ്രധാനപ്പെട്ട വിസയാണ് ഇതിൽ ഇഷ്യൂ. എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ് ബാക്ക്. അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ ഡ്രെയിൻ മാറി ബ്രെയിൻ സർക്കുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? ആൻഡ് വാട്ട് ഈസ് ഓപ്പറേഷൻ ക്രാക്ക് ഡൗൺ? ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അറിയേണ്ടത് എന്താണ് മ്യൂൾ അക്കൗണ്ട്സ്. ഇപ്പോൾ ഒരുപാട് ഡിജിറ്റൽ അറസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും വാർത്തയിൽ വരുന്നതാണ് മ്യൂൾ അക്കൗണ്ട്സ്. വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ എ മ്യൂൾ അക്കൗണ്ട്? ആരാണ് മ്യൂൾ അക്കൗണ്ട് ഓണേഴ്സ് എന്ന് പറയുന്നത്? ആൻഡ് വാട്ട് ഈസ് ഇന്റർനാഷണൽ ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ് ഓർ IKI? ആൻഡ് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് റെഡ് പ്ലസ്? എന്താണ് ഈ പ്ലസ് എന്ന് പറയാൻ കാരണം? ഡിഫോറസ്റ്റേഷൻ്റെയും ഒക്കെ കോണ്ടെക്സ്റ്റിലാണ് അത് വരുന്നത്. ആൻഡ് നൗ ദ ഷാഗോസ് ഐലൻഡ്സ് ആർ ഇൻ ദ ന്യൂസ്. എന്തിനാണ് ഷാഗോസ് ഐലൻഡിൽ ന്യൂസിൽ വരുന്നത്? ഏത് രാജ്യമാണ് ഷാഗോസ് ഐലൻഡിൻ്റെ കൺട്രോൾ ഓൺ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പ്രസന്റ് സിനാരിയോ? ഇനി അതേപോലെ തന്നെ ലാസ്റ്റ് 9 and 10 കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മിനിരത്ന, യന്ത്ര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇപ്പോൾ PSU പോലെ വർക്ക് ചെയ്യുന്ന ഇതിനെ മിനിരത്നയാക്കി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് മിനിരത്ന? സോ എന്താണ് മഹാരത്ന, നവരത്ന, മിനിരത്ന, കാറ്റഗറി 1, കാറ്റഗറി 2? വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ഇതിൽ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മാറിയത്? എന്ത് ക്രൈറ്റീരിയ ആണ്? വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ടു ബിക്കം എ മഹാരത്ന? വിച്ച് ആർ ദ ഫേമസ് കമ്പനീസ് ഇൻ മഹാരത്ന? പ്രിലിംസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇമ്മീഡിയറ്റ്ലി നോക്കാം. സോ ഇന്നത്തെ സെഷൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. നമ്മുടെ ഇന്നത്തെ മെയിൻ സെഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. നമ്മുടെ സോഴ്സസ്, ഇതിനകത്തു നിന്നുള്ള സോഴ്സസ് തന്നെയാണ് നമ്മൾ റാൻഡംലി എടുത്തിരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ഓഫ് ദി ഡേ. 16th ഫിനാൻസ് കമ്മീഷൻ ഹീറ്റ് വേവ്സ് ആൻഡ് ലൈറ്റ്നിങ് ആസ് എ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ ആദ്യം എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു ഗെറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ഹീറ്റ് വേവ്. ഹീറ്റ് വേവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും 45+ ഡിഗ്രിയിൽ വരുന്നു. അത് പല സ്ഥലങ്ങളിലും ആദ്യം ഒരു വലിയ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ടൊന്നും കാറ്റഗറൈസ് ചെയ്യുന്നില്ല. ഈവൻ തമിഴ്നാട്ടിൽ പോലും ഒരുപാട് എഫേർട്സ് എടുത്തിരുന്നു. ഹീറ്റ് വേവ് കൊണ്ട് മരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഡിസാസ്റ്റർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് ശരിക്കും കാറ്റഗറൈസ് ചെയ്യേണ്ടേ. നൗ വി ആർ ഹാവിങ് എ വെരി വാം പീരിയഡ്. അപ്പോൾ ഹീറ്റ് വേവ് എന്താണ്? ലൈറ്റ്നിങ് കൊണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ നാച്ചുറൽ കാരണം കൊണ്ട് മരിക്കുന്നതിൽ ലൈറ്റ്നിങ് ഒരു വലിയ ഒരു ഏരിയയായി മാറിയിട്ടുണ്ട്. മിന്നലേറ്റ് മരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു നോ ലൈറ്റ്നിങ് എങ്ങനെയാണ്. ഇതിനകത്ത് NDRF, SDRF ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ക്വിക്കായിട്ടും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് പോവാം. സോ 16th ഫിനാൻസ് കമ്മീഷൻ ഓബ്വിയസ്ലി അതിൻ്റെ ബേസിക്സ് ഓൾറെഡി നമ്മൾ അറിയാം. നമ്മൾ ബഡ്ജറ്റിൻ്റെ ക്ലാസ്സിലും അതിൻ്റെ വെർട്ടിക്കൽ ഡെവല്യൂഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. സെൻട്രലും സ്റ്റേറ്റിന് എത്ര ഫിനാൻസ് കമ്മീഷൻ, നമ്മൾ ടാക്സും കാര്യങ്ങളും, സെൻട്രലിൻ്റെ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്ന ഡിവിസിബിൾ പൂൾ എന്ന് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എത്രയാണ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത്, എത്ര ശതമാനം കൊടുക്കുന്നതൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 280 ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ. ഫിനാൻസ് കമ്മീഷൻ ചെയർ ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട അരവിന്ദ് പൻഗറിയാണ്. സോ അത് പ്രധാനപ്പെട്ടും ഏപ്രിൽ 2026 ഫിസിക്കൽ പീരീഡ് കവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടൈം പീരീഡും കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് റിഗാർഡിംഗ് ദാറ്റ്. ആൻഡ് അടുത്തത് പ്രധാനപ്പെട്ട ഹീറ്റ് വേവ് 2024 1901 ശേഷം. ഞാൻ പ്രിലിംസിന് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഭാഗങ്ങളിൽ 50 ഡിഗ്രീസിന് മുകളിൽ ഡൽഹി, രാജസ്ഥാൻ പീക്ക് ചെയ്തു.
ജസ്റ്റ് ഇമാജിൻ 50 ഡിഗ്രീസിന് മുകളിൽ പോകാന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹൈ. 446 ഹീറ്റ് വേവ്സ് ആണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 2024 ഹയസ്റ്റ് ആണ്. 1910 ഏറ്റവും വലിയ ഹീറ്റ് വേവിലാണ് നിൽക്കുന്നത്. സോ ഡൽഹി തന്നെയാണ് പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന രീതിയിൽ ഹീറ്റ് വേവ്സ് വരുന്നത്. ഇനി എന്താണ് ഹീറ്റ് വേവ് ഒക്കർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഡേ ടൈം ടെമ്പറേച്ചറിൽ ഭയങ്കരമായ നോർമൽ ലെവലിനെക്കാട്ടും മുകളിലുള്ള റൈസ് വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. കുറേ ദിവസങ്ങൾ പേഴ്സിസ്റ്റ് ചെയ്യും. ഒരുപാട് ആൾക്കാർക്ക് ഹീറ്റ് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും, ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. സോ 50 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി നമുക്കിവിടെ 35, 36 ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പറ്റില്ല. ജസ്റ്റ് ഇമാജിൻ 50 എന്ന് പറയുമ്പോൾ അവസ്ഥ എന്താണെന്നില്ല. അപ്പോൾ ഹീറ്റ് വേവ് സീരിയസ് ആയിട്ട് കാണണം. ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഡിസാസ്റ്റർ ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സോ യു ക്യാൻ സി 400 അടുത്ത ലൈറ്റ്നിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മിന്നലേറ്റ് മരിക്കുന്ന, ഇടിമിന്നലേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 400% റൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആലോചിച്ച് നോക്കുക. 400% ആണ് റൈസ്. നമ്പർ 1 കോസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ ഡെത്ത് ഇൻ ഇന്ത്യ. അത്രയും അധികം ആൾക്കാരാണ്. ബീഹാറിൽ ഏകദേശം 100 പേരാണ് ഒരാഴ്ച തന്നെ മിന്നലേറ്റ് മരിച്ചത്. സോ 3000 ലൈറ്റ്നിങ് ഡെത്ത്സ് ആനുവലി. ഇറ്റ്സ് എ വെരി ഹൈ. ഇതൊരു റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പ്രസന്റ്ലി നമുക്കുള്ള പ്രധാനപ്പെട്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ഹാപ്പ്. 23 സംസ്ഥാനങ്ങളിൽ ഹാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഹീറ്റ് ആക്ഷൻ പ്ലാനുകളുണ്ട്. പിന്നെ NDMAയുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ലൈറ്റ്നിങ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളുമുണ്ട്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇസ് ദ സാഷെ പോർട്ടൽ, ദ കോമൺ, ദ ക്യാപ്പ്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. സാഷെ പോർട്ടൽ ഇതെല്ലാം ഇതിനു വേണ്ടിയുള്ളതാണ്. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് ക്യാപ്പ്, കോമൺ അലേർട്ട് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ പാം ട്രീ പ്ലാന്റിങ് ഇൻ ഒഡീഷ, ഇത് ഒരു പ്രധാനപ്പെട്ട, വേണമെങ്കിൽ പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം, ലൈറ്റ്നിങ് അവോയ്ഡ് ചെയ്യാൻ പാം ട്രീ പ്ലാന്റ് ചെയ്താൽ മതി എന്ന് ചോദിച്ചാൽ ഒഡീഷ ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പാം ട്രീ പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മോഡലാണ്. സോ ഞാൻ വെറ്റ്ലൻഡ് ലൈറ്റ്നിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിസാസ്റ്ററിലും മാനേജ്മെന്റിലും ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. സോ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ, ഇനി ഈ ഒരു ക്വിക്ക് മോഡിൽ തന്നെ നമുക്ക് പോവാം. സോ ദാറ്റ് നിങ്ങൾ എടുക്കുന്ന ടൈം, കാണുന്ന സമയം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നൗ വെറ്റ്ലൻഡ് ഇസ് ട്രീറ്റഡ് ആസ് എ നാഷണൽ പബ്ലിക് ഗുഡ്. എല്ലാ സംസ്ഥാനങ്ങളിലും വെറ്റ്ലൻഡ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് വെറ്റ്ലൻഡ്സ് ഉണ്ട്. ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വെറ്റ്ലൻഡ്സ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം പ്രധാനപ്പെട്ട ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് വെറ്റ്ലൻഡ് പലപ്പോഴും, ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി, നമുക്ക് ഇതിനെ എങ്ങനെ പഠിക്കാം എന്നുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. പലപ്പോഴും UPSCയിൽ വെറ്റ്ലൻഡ് എടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിട്ടുണ്ട്. 1, 2, 3 വെറ്റ്ലൻഡ് തന്നിട്ട് ഈ വെറ്റ്ലൻഡ് എങ്ങനെയാണ് മാച്ച് ദ ഫോളോയിങ്ങിന് പോകുന്നത് എന്ന രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ വെറ്റ്ലൻഡിൻ്റെ ഡെഫിനിഷനെക്കാട്ടും കൂടുതൽ പ്രിലിംസിന് വേണ്ടിയുള്ള കുറച്ച് വെറ്റ്ലൻഡ്സിൻ്റെ പേരുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. ഈ അടുത്ത് വേൾഡ് വെറ്റ്ലൻഡ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നു. നമ്മുടെ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് തന്നെ വെറ്റ്ലൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് എന്നുള്ളതാണ്. 2 പുതിയ റാംസാർ സൈറ്റ്. അപ്പോൾ വെറ്റ്ലൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ റാംസാർ എന്ന് പറയുന്നത് റാംസാർ കൺസർവേഷൻ, റാംസാർ എന്ന് പറയുമ്പോൾ വെറ്റ്ലൻഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട ദ ഛാരിധണ്ട് വെറ്റ്ലൻഡ് കൺസർവേഷൻ റിസർവ്, ഇത് കച്ച് ഏരിയയിലാണ്, ഗുജറാത്തിലാണ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഇസ് ദ പട്ന, ബീഹാർ. പട്ന ബേർഡ് സാങ്ച്വറിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ റാംസാർ സൈറ്റ്സിൽ നമ്മുടെ ഭാഗമായിട്ട്. അപ്പോൾ വെറ്റ്ലൻഡിൻ്റെ തീം ഇവിടെ മനസ്സിലായി. 2 ഛാരിധണ്ട് വെറ്റ്ലൻഡ് എന്ന് പറയുന്നത് ഗുജറാത്തും, പട്ന ഇസ് എ ന്യൂ വൺ. ടോട്ടൽ റാംസാർ സൈറ്റ്സ് ഇസ് ബിക്കം 98, വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ സൗത്ത് ഏഷ്യ ആണ്. ഈ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു കൗണ്ടാണ് നമുക്ക് റാംസാർ ഇവിടെ കാണാൻ പറ്റുന്നത്. വെരി ഗുഡ്. അത് ഓർക്ക് വെക്കേണ്ട ഒരു പ്രധാന ഫാക്ടറും കൂടാണ്. എന്താണ് വെറ്റ്ലൻഡ് എന്ന് പറയുന്നത്? നിങ്ങൾ ഈ പടത്തിൽ കണ്ട പോലെ തന്നെ ലാൻഡ് ഏരിയാസ്, ഒരു ലാൻഡ് ഏരിയ ഉണ്ട്, അതിൽ എവിടെയെങ്കിലും പെർമനൻ്റ്ലി ഓർ സീസണലി സാച്ചുറേറ്റഡ് വിത്ത് വെള്ളം അതിലുണ്ടെങ്കിൽ, അത് പെർമനൻ്റ്ലിയോ സീസണലിയോ വെള്ളം ഉള്ള ഒരു ലാൻഡ് ഏരിയയിൽ വെള്ളം, അത് ലേക്ക് ആവാം, മാർഷ് ആവാം, മാൻഗ്രോവ് ആവാം, ഫ്ലഡ് പ്ലെയിൻ ആവാം, എസ്റ്റുറി ആവാം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ, വെറ്റ്ലൻഡ് ഒരു പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യേണ്ട ഒരു സാധനമായിരിക്കണം. നോൺ എക്സ്ക്ലൂഡബിൾ, എല്ലാവർക്കും ഈക്വലി ഗുണമുള്ളതായിരിക്കണം വെറ്റ്ലൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി നോൺ റൈവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സൻ്റെ, ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരാൾക്ക് അതിൻ്റെ ഒരു ആക്സസ് കുറയാനും പാടില്ല. ഇറ്റ് ഷുഡ് ബി നോൺ റൈവൽ, ഇറ്റ് ഷുഡ് ബി നോൺ എക്സ്ക്ലൂഡബിൾ. വെറ്റ്ലൻഡ്സ് ഇനി മുതൽ ഒരു നാഷണൽ പബ്ലിക് ഗുഡും കൂടെയാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡി, അതിൽ വെള്ളം ഉണ്ടാവണം,
ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് വാട്ടർ ഇസ് ഓൺ ദ സർഫേസ്, വാട്ടർ ജസ്റ്റ് ബിലോ ദ സോയിൽ, ഓർ ഈവൻ ഇറ്റ് സ്റ്റേസ് ഫോർ എ ലോങ്ങർ പീരിയഡ്, ദിസ് ഇസ് കോൾഡ് എ വെറ്റ്ലൻഡ് ബൈ ഓൾ സ്റ്റാൻഡേർഡ്. സോ വെറ്റ്ലൻഡിന്റെ ഡെഫിനേഷൻ ഇസ് ഓൺ മെനി ടൈപ്പ്. വെള്ളമുണ്ട് എന്നുള്ളത് സംഭവം പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ്, അതിനകത്ത് മെയിനായിട്ടും നമ്മൾ നോക്കേണ്ടത്. ഇനി എക്സാമ്പിൾസ്, വെറ്റ്ലൻഡിൽ തന്നെ പല എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദി, നമുക്ക് വേണമെങ്കിൽ മാർഷസ് ഉണ്ട്, സ്വാംപ്, ലേക്ക്, പോണ്ട്, മാംഗ്രൂവ്, അതേപോലെ ഫ്ലഡ് പ്ലെയിൻ, അങ്ങനെ പല എല്ലാത്തിലും വാട്ടർ ലെവൽ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് വെറ്റ്ലൻഡ്സ് എന്ന് ചോദിച്ചാൽ, ഫ്ലഡ് പ്ലെയിൻസ്, സ്വാംപ്, മാർഷ് എന്ന് ചോദിച്ചാൽ 3 ക്വസ്റ്റ്യൻ ഏരിയ തന്നാൽ യെസ് ഓൾ ഓഫ് ദം ആർ എക്സാമ്പിൾസ് ഓഫ് വെറ്റ്ലൻഡ്സ് എന്നുള്ളത് പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. ഇനി കുറച്ച് ടേംസും കൂടെ റാൻഡംലി ഞാനിവിടെ പറയാം. പ്രധാനമായിട്ടുള്ള കുറച്ച് ടേംസ് എന്ന് പറയുന്നത് ഹൈഡ്രോളജി, ഹൈഡ്രിക് സോയിൽസ്, ഹൈഡ്രോഫൈറ്റ്സ് ആൻഡ് എക്കോട്ടോൺസ്. എക്കോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ലാൻഡും അക്വാറ്റിക് സിസ്റ്റമും തമ്മിലുള്ള ട്രാൻസിഷൻ ബിറ്റ്വീൻ ആണ്. ഇതിന് ട്രാൻസിഷൻ ആണ്. ഇത് UPSC പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, PVIQ കൂടെ ആണ്. ഹൈഡ്രോളജി വെള്ളത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ഹൈഡ്രിക് എന്ന് പറയുന്നത് ലോ ഓക്സിജൻ സോയിൽസ് ഡ്യൂ ടു പ്രൊലോങ് ഫ്ലഡിങ്. അപ്പോൾ ഹൈഡ്രിക് എന്ന് പറയുമ്പോൾ ലോ ഓക്സിജൻ സോയിൽ ആണെന്നുള്ള പോയിന്റ് ഓർമ്മ വരണം. ഹൈഡ്രോഫൈറ്റ്സ് വാട്ടർ ലവിങ് പ്ലാന്റ്സ്, മാംഗ്രോവ്സിലും റീഡ്സിലൊക്കെ ഉള്ള ഹൈഡ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും എക്കോട്ടോൺസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഹൈഡ്രിക് സോയിൽ, ലോ ഓക്സിജൻ സോയിൽ, ഹൈഡ്രോഫൈറ്റ്സ്, വാട്ടർ ലവിങ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു വാക്കും കൂടെ പ്രത്യേകം, ഈ ടെർമിനോളജിയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. And now let's check out the status quickly. 5% of India's land is wetland. India has lost 40% of natural wetlands in 30 years. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഓർക്കേണ്ടതാണ്. അപ്പോൾ എവിടെയോ വെറ്റ്ലൻഡ് കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഫാക്റ്റും കൂടാണ് ഞാനിവിടെ പറഞ്ഞത്. And out of all this, Tamil Nadu has the highest Ramsar sites. It's actually pegged at 20 Ramsar sites. അപ്പോൾ ഹയസ്റ്റ് ഇന്ത്യയിൽ ഒരുപാട് ലോസ് വരുന്നുണ്ട്, അതിൽ കൂടുതൽ തമിഴ്നാട്ടിലാണെന്നുള്ളൊരു പോയിന്റും കൂടെ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇനി കുറച്ച് റാൻഡം, വീൽ ആക്ച്വലി ഗോ ത്രൂ സർട്ടൻ റാൻഡം വെറ്റ്ലൻഡ്സിനെ കുറിച്ച് നോക്കാം. ചിലത് ഫ്ലഡ് കൺട്രോളിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന വെറ്റ്ലൻഡ്സ് ഉണ്ട്. ഒരു നാച്ചുറൽ സ്പോഞ്ച് പോലെ. പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രയിലുള്ളത് ദീപോർ ബീൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് റിമെമ്പർ ദിസ്. കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ഉള്ളതാണ്.